വി ഡി സതീശനെ ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൺസിഡർ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ കെ സി വേണുഗോപാലിന്റെ ഒക്കെ മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫ്ലെക്സുകൾ വലിച്ചു കീറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മനുഷ്യരൊക്കെ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അതൊരു നീതികേടല്ലേ? വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ? കോൺഗ്രസ് എന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരല്ലേ? ഇനി വി ഡി സതീശന്റെ കച്ചവട താല്പര്യങ്ങളോ ആരുടെങ്കിലുമൊക്കെ എടുത്തുനിന്ന് ടോക്കൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കുക. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു നഷ്ടക്കച്ചവടമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. നമസ്കാരം. രാഷ്ട്രീയ കേരളം ഏറ്റവും ആകാംക്ഷയോട് ഇട്ടുനോക്കുന്നത് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ആരെന്നാവും. ഈ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടും ഫ്ലെക്സ് ബോർഡുകളൊക്കെ വന്നിട്ടും നിലവിൽ വി ഡി സതീശന്റെ സാധ്യതകൾ കുറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊരു സൈഡിൽ. ഇനി ബാക്കിയുള്ളത് രണ്ടുപേരാണ്, രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിൽ ആർക്കായിരിക്കും സാധ്യതകൾ കൂടുതൽ? കെ സി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഈ രണ്ട് പേരുകളിലേക്ക് അവസാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം വി ഡി സതീശനെ ഇനി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൺസിഡർ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈവന്റ് മാനേജ്മെന്റ് കമ്പനികൾ അറേഞ്ച് ചെയ്യുന്ന കുറെ പിള്ളേർ റോഡിലിറങ്ങിയതിന് ശേഷം അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് നയപരിപാടികൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പാർട്ടിയൊന്നുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ മുസ്ലിം ലീഗ് ഉപദേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പറയുന്നതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു നേതൃത്വവുമല്ല ഇന്ന് കോൺഗ്രസിനുള്ളത്. കാരണം മുസ്ലിം ലീഗിൻ്റെ കച്ചവട താല്പര്യങ്ങളൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം. അതൊക്കെ അങ്ങോട്ട് കയ്യിൽ വെച്ചാൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഷ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് കയ്യിൽ വെച്ചാൽ മതി. പിന്നെ മീഡിയ വൺ ചാനൽ, ഈ മീഡിയ വൺ ചാനലും ജമാഅത്തെ ഇസ്ലാമിയും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വി ഡി സതീശനെ കൊണ്ട് മുഖ്യമന്ത്രിയാക്കാം എന്നൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ധാരണ ആർക്കൊക്കെ എങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കയ്യിൽ വെച്ചാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തെ മുഴുവൻ വിറ്റുതൊലയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു സിൻഡിക്കേറ്റിന്റെ നീക്കമുണ്ട്. ആ സിൻഡിക്കേറ്റാണ് ഈ വി ഡി സതീശനെ ഇപ്പോൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് വരും ദിവസങ്ങളിൽ പി വി അൻവറൊക്കെ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരും. ഈ സതീശനിസത്തെക്കുറിച്ചായിരിക്കും അദ്ദേഹം ഇനി പറയാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ പൊരുതാൻ വേണ്ടി പോകുന്നത്. കാരണം നിസ്സാരമായിട്ടുള്ള ഡീലുകളൊന്നും അല്ല ഉറപ്പിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഡീലുകൾക്ക് വേണ്ടിയിട്ട് ഈ സിൻഡിക്കേറ്റ്, അതായത് ഈ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് താല്പര്യപ്പെടുന്ന കച്ചവട ലോബി, അവരൊരു സിൻഡിക്കേറ്റായിട്ട് മാറിയിട്ടുണ്ടെന്ന്. ആ സിൻഡിക്കേറ്റാണ് ഈ ഈവന്റ് മാനേജ്മെൻറ്റുകളെയൊക്കെ സ്പോൺസർ ചെയ്യുന്നതും അവർക്ക് പണം കൊടുത്ത് അവരെ തെരുവിലിറക്കുന്നതും. ഈ തെരുവിലിറക്കുന്ന ആളുകളൊന്നും കോൺഗ്രസ്സുകാരൊന്നുമല്ല. കാരണം ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച കെ സി വേണുഗോപാലിന്റെ ഫോട്ടോ കീറില്ലായിരുന്നു. ആ ഫോട്ടോയ്ക്കൊപ്പം വലിച്ചു കീറപ്പെട്ട മറ്റൊരു മുഖമുണ്ടായിരുന്നു, അത് ഉമ്മൻചാണ്ടിയുടെ മുഖമായിരുന്നു. കാരണം കെ സി വേണുഗോപാൽ എന്താ നിസ്സാര നേതാവാണോ കേരളത്തിന്? കെ സി വേണുഗോപാൽ ചെറിയ നേതാവാണോ കേരളത്തിന്? അല്ലല്ലോ. ഞാനൊക്കെ എറണാകുളത്തുള്ള ആളുകളാണല്ലോ, എനിക്കറിയാമല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കെ സിമാരായിരുന്നു യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിലൊക്കെ ഇവിടെ അതിശക്തരായിട്ട് നിന്നിരുന്നു. ഒന്ന് എറണാകുളം ജില്ലയിലുണ്ടായിരുന്ന ഒരു കെ സി രമേശ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആ കെ സി രമേശിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹമൊക്കെ ഇരുന്നുവെങ്കിൽ അദ്ദേഹം ഡി എസിലേക്ക് പോയി. പിന്നീട് അതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു പോയത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ കെ സി രമേശിന്റെ ഒക്കെ ഒരു 100 അയൽപക്കത്ത് പോലും എത്താൻ ശേഷിയുള്ള ഒരാളൊന്നുമല്ല വി ഡി സതീശൻ എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നയാളാണ് കെ സി വേണുഗോപാൽ. എത്ര സമരങ്ങളിൽ പോലീസ് ലാത്തി ചാർജ് വാങ്ങിയിട്ടുള്ള ആളാണ് കെ സി വേണുഗോപാൽ. ആ കെ സി വേണുഗോപാലിന്റെ ഒക്കെ മുഖത്ത് തുപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഫ്ലെക്സുകൾ വലിച്ചു കീറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മനുഷ്യരൊക്കെ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അതൊരു നീതികേടല്ലേ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറയുമോ? കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മൂവർണ്ണക്കൊടി പിടിച്ചിട്ടുള്ള ഒരുത്തനും അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പം വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ? കോൺഗ്രസ് എന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരല്ലേ? ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തല എപ്പോഴെങ്കിലും വി ഡി സതീശനെ കുറ്റം പറഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ വി ഡി സതീശനെതിരെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ കെ സി വേണുഗോപാലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇതുവരെ വി ഡി സതീശനെതിരെ ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കെ സി വേണുഗോപാലുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇന്നുവരെ ഈ പറഞ്ഞ വി ഡി സതീശനെതിരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് കെ സി വേണുഗോപാലിനെതിരെയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അതിശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ദിവസം പൊട്ടിമുളച്ച് അല്ലെങ്കിൽ ഓടുപൊളിച്ച് ഇറങ്ങി വന്ന ആളുകളൊന്നും അല്ല ഈ പറയുന്ന കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ കെ എസ് യു കാലഘട്ടം മുതൽ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചയാളാണ്.
26-ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മന്ത്രിസഭയിലെത്തിയ ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അത്രയും അനുഭവ സമ്പത്തുള്ള വേറെ ഏത് നേതാവ് ഇന്ന് വളരെ സജീവമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ട്? ഒരാളെ എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റുമോ? കേരള ഹൗസിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്ന സമയത്ത് രമേശ് ചെന്നിത്തല എങ്ങാനും കൂവുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിയുന്നതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒരു ഹാരിസ് ബീരാൻ എന്ന് പറഞ്ഞുകൊണ്ട് MP ഉണ്ട് ഡൽഹിയിലുള്ള. അദ്ദേഹമാണ് ഈ പറഞ്ഞ ഒരു 5-6 MSFന്റെ പിള്ളേരെ കേരള ഹൗസിലേക്ക് വിട്ടത്. എന്തൊരു മാന്യതയില്ലാത്ത പ്രവർത്തനമാണ് അയാൾ കാണിച്ചത്. അയാൾ അങ്ങനെ കാണിക്കാൻ പാടുണ്ടോ? ഈ കോൺഗ്രസിന്റെ MLA-മാരെ കൂടെ വോട്ട് ചെയ്തിട്ടല്ലേ അയാൾ MP ആയിട്ട്, രാജ്യസഭ MP ആയിട്ട് ഇപ്പൊ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാള് ഈ 5-6 പീക്കിരി MSFന്റെ പിള്ളേരെ വിട്ടിട്ട് എന്താണ് പറയുന്നത്? എന്ത് വിഷണറി VD സതീശന്റെ? ഒരു വിഷണറി ഇല്ല, ഒന്നുമില്ല. വെറുതെ ഒരാളെ ഇങ്ങനെ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇവിടെ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ. ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഈ പറയുന്ന സണ്ണി ജോസഫിനെയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് അല്ലേ? ആ സ്ഥാനത്തിനൊരു റെസ്പെക്ട് കൊടുക്കണ്ടേ? എന്ത് MSF? മലപ്പുറവും കോഴിക്കോടും കഴിഞ്ഞാൽ എവിടെയെങ്കിലും MSF ഉണ്ടോ കേരളത്തില്? ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ എന്നുള്ള വേർതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കാട്ടിക്കൂട്ടുന്നത്. മുസ്ലിം ലീഗ് ഇങ്ങനെയൊന്നും അല്ല. ഇന്നലെ MSFകാർ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പാണക്കാട് തങ്ങളുടെയൊക്കെ അറിവോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അറിവോട് കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്ന കച്ചവട സിൻഡിക്കേറ്റ്, ഈ കച്ചവട സിൻഡിക്കേറ്റിന്റെ റെപ്രസെന്റേറ്റീവ് തന്നെയാണ് ഈ ഹാരിസ് ബീരാൻ എന്ന് പറയുന്ന ആള് എന്ന് ഇനി നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കേരള സംസ്ഥാനത്തിന്റെ പ്രസിഡന്റിനെ കേരള ഹൗസിൽ വെച്ച് കൂവുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമാണോ? അതിനെ നിസ്സാരവൽക്കരിച്ച് നമുക്ക് കളയാൻ വേണ്ടി സാധിക്കുമോ? ഒരിക്കലും ഇല്ലത്. ഞാൻ പറയുന്നത് ഇതിനൊക്കെതിരെ ശക്തമായ നടപടി മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നാൽ, ഈ പ്രകടനം നടത്തിയ ആളുകൾക്കെതിരെ ഉണ്ടാകാതിരുന്നാൽ കോൺഗ്രസ് നിസ്സഹകരണം പ്രഖ്യാപിക്കണമെന്ന് മുസ്ലിം ലീഗുമായിട്ട് എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെയും ബാക്കി ന്യൂനപക്ഷ സമുദായങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമുദായത്തെ മാത്രം മുന്നിൽ നിർത്തി പോകാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് KC വേണുഗോപാലിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക രമേശ് ചെന്നിത്തല ആയിരിക്കും. രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ KC വേണുഗോപാൽ എന്ന 2 പേരുകളിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി VD സതീശന്റെ കച്ചവട താല്പര്യങ്ങളോ ആരുടെങ്കിലുമൊക്കെ എടുത്തുനിന്ന് ടോക്കൺ വാങ്ങി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കുക. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതി വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു നഷ്ടക്കച്ചവടമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഏതൊക്കെയായാലും കേരളത്തിൽ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മുഖ്യമന്ത്രിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്നലെ ഒരു ഇന്ത്യയുടെ ഭൂപടവും എടുത്തുകൊണ്ട് വന്നിട്ട്, കാരണം ഈ മറ്റേ കോൺഗ്രസിനെ ഇതേ അവസ്ഥയിൽ എത്തിച്ച ആളാണ് KC വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MLA ഹോസ്റ്റലിന്റെ മുമ്പിൽ കൊണ്ട് നടക്കുന്ന വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടു. ഞാൻ പറയട്ടെ, ഈ MSFന് എന്താണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? അല്ലെങ്കിൽ യൂത്ത് ലീഗ് എന്തിനാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിൽ നടന്ന പ്രകടനങ്ങളിലും മിക്കതും യൂത്ത് ലീഗ് പ്രവർത്തകരാണ് കോൺഗ്രസ്. അത് യൂത്ത് ലീഗ് പ്രവർത്തകരാണെന്ന് ഞാൻ പറയുന്നില്ല, യഥാർത്ഥ MSF പ്രവർത്തകരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, മീഡിയ 1 ചാനലും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും കൂടെ ചേർന്ന് ഇവിടെ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പ്രമോദ് രാമൻ എന്ന് പറയുന്ന അവരുടെ ചീഫ് എഡിറ്റർ അറിയാതെ അയാളുടെ വായിൽ നിന്ന് വീണുപോയി. കാരണം ഈ ഇലക്ഷനിൽ അജണ്ട സെറ്റ് ചെയ്തത് നമ്മളാണെങ്കിൽ ഒരു ട്രിക്കും വേണ്ട, ബോട്ടും വേണ്ട, നമ്മളെ കേൾക്കാൻ വേണ്ടി ജനം ഓടിയെത്തിക്കൊള്ളുന്നു. ഞാൻ പറയട്ടെ, ഇത് കാണുന്നത് ചില ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി പ്രമോദരാമൻ മനസ്സിലാക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, കേരളത്തിൽ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാവും. KC വേണുഗോപാൽ തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും. ഞങ്ങൾ തോൽപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന KC വേണുഗോപാലിനെ തോൽപ്പിക്കാനായിട്ട് ഏത് നിയോജക മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു വോട്ടർ തയ്യാറാവുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കുന്നേ. ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് ആര് വന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചാലും അവർ ജയിക്കും. അതല്ലെങ്കിൽ അത്രയും മണ്ടന്മാരായിരിക്കണം, അല്ലെങ്കിൽ അത്രയും വർഗീയത മനസ്സിലേറ്റി ആളുകളായിരിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ 2016 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണം എന്നും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ഓളം സൃഷ്ടിച്ചു കേരളത്തിൽ. എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനല്ലേ വന്നത്. മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നതിന് ശേഷം VS അച്യുതാനന്ദന്റെ വീട്ടിലേക്ക് എത്ര ആളുകൾ പോയി? ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്.
MP മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തു, ആയിക്കൊള്ളട്ടെ. അതിനുശേഷം ഇപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന MLA മാരുണ്ട്. ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന MLA മാർ ആരെയാണോ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അയാളല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവേണ്ടത്? മറിച്ച് റോഡിലിറങ്ങി പ്രകടനം നടത്തുന്ന ആളുകളാണോ? ഞാൻ പറയട്ടെ, കേരളത്തിൽ പ്രകടനം നടത്താനായിട്ട് 1000 പേരെ അല്ലെങ്കിൽ 2000 പേരെ ഒരു സിറ്റിയിൽ സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്ക് 500 വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ആളുകളെ വേണമെങ്കിലും കേരളത്തിലെ ഏത് സിറ്റിയിൽ വേണമെങ്കിലും സംഘടിപ്പിക്കാം. കേരളത്തിന്റെ ഏത് സിറ്റിയിൽ വേണമെങ്കിലും. ഇന്നലെ തന്നെ ആ ജാഥയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ് മുഖം മറച്ചുകൊണ്ട് പോകുന്ന ആളുകൾ. അതുകൊണ്ട് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സണ്ണി ജോസഫ് ഒന്നും ഇന്നലെ പൊട്ടിമുളച്ച ആളുകളല്ല. സണ്ണി ജോസഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുതൽ പ്രവർത്തിച്ച് വളർന്നു വന്ന് DCC പ്രസിഡന്റായി, അതിനുശേഷം ഇപ്പോൾ KPCC പ്രസിഡന്റായി വന്നിരിക്കുന്ന ആളുകളാണ്. അവരുടെയൊക്കെ കോൺഗ്രസ് പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് MSFന്റെ കൂലിപ്പട്ടാളം അവിടെ പോയിട്ട് കൂകി വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മനസാക്ഷിയോ കേരളത്തിന്റെ പൊതുസമൂഹമോ അത് പുറത്തു തരില്ല എന്ന കാര്യം ഓർമ്മയിൽ ഇരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ കച്ചവട സിൻഡിക്കേറ്റ് VD സതീശന് വേണ്ടി നടത്തുന്ന PR വർക്കിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ അപമാനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മാത്രമേ ഇവിടെ നമുക്ക് പറയാനുള്ളൂ.